ഇവിടെ 5 പൈസ ഇല്ല. അവിടെ നിന്ന് തപ്പണ്ടാന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നീ എന്നെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന കാശ അതെടുക്കല്ലേ ഭാസ്കരേട്ടാ? നിന്റെ സഭ നടക്കോടി. അത് കൊണ്ടുപോകല്ലേ ഭാസ്കരേട്ടാ? എന്താണ്ട ഇവിടെ ആര് തുണിമൊക്കണ കണ്ണട വെളുപ്പകാലത്തൂടെ നിൽക്കണേ? പോടാ പോടാ. അവിടെ നിക്ക് ഒന്നത്താ. കുറച്ച് ദിവസമായിട്ട് എവിടെയായിരുന്നു? ഗമ്മുന് പോറാൻ പറ. എന്താടാ മുഖത്ത് നോക്കാത്ത? എന്തിനാ തല്ലണത്? ഒരുപാട് നാൾ കൂടിയാ ഉമ്മക്കുട്ടി ഇവിടെ വന്നത്. നീ അവളെ ഓടിച്ചതിന്. ഞാൻ ഓടിച്ചൊന്നുമില്ല. വേണ്ട, നീ ഒരു മണ്ടനായി പോയല്ലോ. അവങ്ങെല്ലാം പഠിച്ച പിള്ളികടാ. ഒറ്റയ്ക്കായി പോകണ വിഷമം സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞാണമ്മ. ഇന്ന് നിറയെ ജീവിക്കാനുണ്ട്, നിറയെ അനുഭവിക്കാനും ഉണ്ട്. കടസിയിലെ യോസിத்து பார்த்தா இதெல்லாம் ஒரு தமாஷா இருக்கும். அது இதையும் யோசிக்காம போய் வேலையை பாரு. என்ன மாலினி, ഭാസ്കർ എനിക്കും പ്രശ്ന പണ്ണാനാ? കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനുള്ളായിരുന്നു അമ്മാളെ. കാശായിട്ടില്ല. അപ്പോഴാ കാലത്ത് വന്ന് എന്റെ പേഴ്സ് തപ്പാൻ തുടങ്ങിയ. വേലയാ പോച്ച ഉനക്ക്. നാളെ നീ മുഹമ്മദ് ഡോക്ടറെ കാണിക്ക്. പൈസ ഞാൻ ഏർപ്പാടാക്കി തരാം. മൂവായിരം ഉണ്ടോ? 4612 എഴുതി വെച്ചേക്ക്. राजू इधर आ, देख इधर। ऐसे क्यों जोड़ रहे? साहब जी वो जिनिश का काम है। क्लीन करो। हाँ। ജിനേഷേ, നിന്നെ ഞാൻ എന്തിനാ ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്? ക്ലീനിങ് അല്ലാണ്ട് 24 മണിക്കൂറും വെട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഇങ്ങനെ മിനിറ്റിന് വിശക്കുന്നവന് പറ്റിയ പണിയല്ലത്. ഇക്കൊക്കെ എന്താ വേണ്ടത്? ഞാൻ തിന്നരുത്, നിർത്തി, ഇന്നത്തോടെ തീറ്റ നിർത്തി പോരെ. ആ അജയ, നീ ആ ചെമ്പകമ്മോളോട് നോമ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു? അതവർക്ക് എപ്പോഴേ അറിയാം. അത് കണക്കൂട്ടി അവരെന്തെല്ലോ പരിപാടി ഇട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എല്ലാരും അറിയുന്നുണ്ട് കേട്ടോ. എന്താടി നീ പെണ്ണുങ്ങളുടെ കുടിക്കാൻ പറ്റി അടി വാങ്ങിയില്ലേ? നാണം ഉണ്ടോടാ? കഴുത. അജയ ശരിക്കും അവളെ പിടിച്ചടാ. ഇവിടെ പോത്തിന് ഒറ്റയ്ക്ക് മറച്ചിട്ട് കാര്യം പറയാൻ ആർക്കും പറ്റില്ല. ഒരു പെണ്ണിനെയും ചെയ്തിട്ടപ്പോഴത്തേക്കും അത് ലോകം മുഴുവൻ പാട്ടാണ്. ഇവിടെ ഈ കാര്യത്തൊരു കുഞ്ഞും കൂടി ഇല്ല. വീട്ടിൽ നാട്ടുകാർ മുഴുവൻ പറഞ്ഞോണ്ട് നടക്കണേ. ഞാനൊന്നുമില്ല. ഇവിടെ കുടുംബശ്രീക്കാരെ മീറ്റിംഗ് വരെ നിന്റെ കാര്യം ചർച്ച. അവളവരെടുത്തൊക്കെ പറഞ്ഞു. അവിടെ ഒരു ചായരോ അതിരും കുട്ടി കുട്ടണ്ട. വിരൽ തുമ്പും ചുംബിക്കും നിമിഷത്തിൻ ചിറകടി. ഒരുത്തി പോയാൽ മറ്റൊരുത്തി നോക്കണം, അല്ലാതെ പിന്നെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് നീ ഇങ്ങനെ ചൂടായാലോ? വീടും കുടുംബം ഇല്ലാത്തവരൊക്കെ തെണ്ടികളാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി അൻവരെ, നാളെ ഞാൻ പോവാണേ. ഓ, കണക്കൊക്കെ റെഡിയാച്ചാ? അതൊക്കെ റെഡിയാണ്. ഏപ്രിൽ ഒരു 15 ദിവസത്തെ കാറ്ററിങ്ങിന്റെ കൂടി ചേർത്തുണ്ട് കേട്ടോ.
നിനക്ക് 1 മാസം റെസ്റ്റടാ. ആ ശരി. ഇനി ഞാൻ നോമ്പ് കഴിഞ്ഞേ വരുള്ളൂ. എൻ്റെ വക പള്ളിക്ക്. പോട്ടടാ. എന്നാ ശരി. ജലജെടുത്തി നിക്ക്, ഞാനും വരുന്നു. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ചായ നല്ല ചൂടാ இருக்குல்ல, കുടിച്ചിക്കോ. நல்ல ചായ. நல்லா இருக்கா? அம்மா, ജയനെ നീ ഗവനിக்கிறதுണ്ടാ? ഓ ഇല്ലമ്മേ, അവൻ എപ്പോഴും എന്നോട് ഓരോ വഴക്കാം. ഓ അതൊന്നും സാരമാക്കണ്ട. അവൻ പാവുവാ, സ്നേഹമുള്ളവനാ. யாரோடையாவது கவனம் கிடைக்கணும்னு பண்ற வேலையாக்கும் இது. എനിക്കറിയാം. ஏன் உமா கூட அவனை കുറേ കളിപ്പിച്ചു. അതും പറഞ്ഞ് എല്ലാവരും അവനെ മക്കാറാക്കുന്നുണ്ടായിരുന്നു. അവനുക്ക് ആരുമില്ല, അതോടെ വലിയ അവനുള്ളിലുണ്ട്. കൊഞ്ചം പാസം പോതും അവനെ നേരെയാക്കാൻ. പറഞ്ഞതെല്ലാം ചെയ്യും. ആനാ ചിന്ന വലി പോതും വേണ്ടാതെ യോസന വர்றதுக்கு. അമ്മാളുടെ വീട്ടിൽ നിന്ന്. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്കേ. എന്താ ശിവ? ആ ചെമ്പകമാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കൂടെ വന്നേ. ഒന്ന് വേഗം ഒന്ന് പോയി നോക്കിട്ട് വരാം. എന്താ കാര്യം? അവിടുന്ന് എന്തോ കരച്ചിൽ കേൾക്കുന്നു. നിങ്ങളൊന്ന് വന്നേ. നീ ഒന്ന് ചുമ്മാ നടക്ക് ശിവ. ആരാന്നറിയില്ല, പകുത്തോടെ ആരെ പോകുന്നുള്ളൂ. ഫോണുണ്ടോ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സാറേ, കൈപ്പുഴ പാലത്തിനടുത്തേ ആ മുരുക കേട്ടറിൽ അമ്മാളുടെ വെട്ടിട്ടുണ്ട്. ആംബുലൻസ് വിളിക്കാം. ഹലോ, ആംബുലൻസ് സർവീസ് അല്ലേ? ആ കൈപ്പുഴ പാലത്തിനടുത്തുള്ള മുരുക കേട്ടറിങ്. ഒന്ന് വേഗം പറഞ്ഞേ. താനെന്താ ഇവിടെ? സർ, ഇവിടെ അടുത്താ വീട്. ഇവരിവിടെ ഒറ്റയ്ക്കാണോ താമസം? ഭർത്താവ് വിട്ടിട്ട് പോയതാ, മക്കളില്ല. ബന്ധുവിൻ്റെ മോളൊരാൾ കൂടെ ഉണ്ടായിരുന്നു, അവൾക്ക് എന്തോ ജോലി കിട്ടിപ്പോയി. സാറേ, ഇത് ചെമ്പകമ്മയുടെ ഫോണാണ്. ഇതിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ ചിലർ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ആരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ആര് വിളിച്ചത് എന്ത് കാര്യം? ഹലോ